Hi friends, welcome to another video. നമ്മൾക്കിത് വൈഫൈ കോളിംഗ് അല്ലെങ്കിൽ വോഫൈ എന്താണെന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, സോ നമ്മളുടെ ഫോൺ വിളിക്കാമെന്ന് വിചാരിക്കാം. സോ ബട്ട് നമ്മുടെ ഫോണിൽ റേഞ്ച് തീരെ കുറവാണ്. സോ ഇഫ് നമ്മൾ വൈഫൈ കോളിംഗ് എനേബിൾഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ട് അത് ത്രൂ നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റർ സെർവറായി കണക്ട് ചെയ്യും. ആൻഡ് അവിടെ നിന്ന് നമ്മളുടെ ഒരു ടവറായി കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. ആൻഡ് യെസ്, വൈഫൈ കോളിംഗ് ഫ്രീ അല്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒന്നും പേ ചെയ്യേണ്ട എന്നുള്ളൂ. ബട്ട് നമ്മളുടെ സാധാരണ റീചാർജ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണം. ആൻഡ് പ്രോപ്പർ വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടായാലേ ഈ പരിപാടി നടക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മളിതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് നെറ്റ്വർക്ക് കവറേജ് 0 ആണെങ്കിൽ കൂടി നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് നമ്മൾ മെട്രോയിലൊക്കെ ട്രാവൽ ചെയ്യാനിരിക്കുമ്പോൾ നമ്മളുടെ നെറ്റ്വർക്ക് ഇൻറ്ററപ്റ്റ് ആവാറില്ലേ. സോ ഇഫ് നമ്മൾ വൈഫൈ കോളിംഗ് അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ കോൾ ക്വാളിറ്റിയും അതുപോലെ കണക്ടിവിറ്റിയും ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്പീഡാണ്, വളരെ നല്ലതാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കോമ്പാക്റ്റിബിലിറ്റി ചെക്ക് ചെയ്യാം. വൈഫൈ കോളിംഗ് ആകെയുള്ളത് ജിയോയിലും എയർടെല്ലും ആണ് കറൻ്റ്ലി. സോ നിങ്ങളുടെ ഡിവൈസ് ഇതിന് കോമ്പാക്റ്റബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു വെബ്സൈറ്റിൽ കയറി നോക്കാം. സോ ഇതിൽ കയറി ഇതുപോലെ നിങ്ങളുടെ ഡിവൈസ് നെയിമും ഡീറ്റെയിൽസും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ലിസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇത് വർക്കാവും. അല്ലാണ്ട് പോയി ചുമ്മാ സിമ്മൊന്നും ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. ആൻഡ് ഇതുപോലെ ഇവരുടെ തന്നെ ജിയോയുടെ വെബ്സൈറ്റും ഉണ്ട്. അതിലും ഇതുപോലെ തന്നെ കയറി ജസ്റ്റ് നിങ്ങളുടെ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസും കൊടുത്താലത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരെ അതിൽ കയറിയിട്ട് നിങ്ങളുടെ ഡിവൈസ് കോമ്പാക്റ്റബിൾ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ്, ഇഫ് നിങ്ങളുടെ ഡിവൈസ് കോമ്പാക്റ്റബിൾ ആണെങ്കിൽ ആകെ 2 ഓപ്ഷനുകൾ, ഒന്നില്ലെങ്കിൽ സിം പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പുതിയ സിം മേടിക്കാം. അപ്പോൾ നിങ്ങളുടെ കറണ്ട് സിം പോർട്ട് ചെയ്യാനോ ഒരു പുതിയ സിം മേടിക്കാനോ വേണ്ടി ഇപ്പോൾ സ്റ്റോറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവരുടെ വെബ്സൈറ്റിൽ ഒരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഇവർ പറയുന്ന പോലെ ജസ്റ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇഫ് നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ നിയർ ബൈ സ്റ്റോറിൽ പോയിട്ട് പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇഫ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഇതെങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. ഇത് എനേബിൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജിയോ എയർടെൽ സിം നിങ്ങൾ ഫോണിൽ ഇൻസേർട്ട് ചെയ്ത ശേഷം നേരെ സെറ്റിങ്സിൽ പോവാം. അതിൽ മൊബൈൽ ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൽ സിം ഇൻഫോ ആൻഡ് സെറ്റിങ്സിൽ കയറാം. ആൻഡ് അതിൽ വൈഫൈ കോളിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് എനേബിൾ ചെയ്യുക. അതിൽ വൈഫൈ കോളിംഗ് പ്രിഫേർഡ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടോപ്പിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പുതിയ ഐക്കൺ കാണാൻ പറ്റും. വൈഫൈ കോളിംഗ് എനേബിൾ ചെയ്ത് മനസ്സിലാക്കാൻ അത് നോക്കിയാൽ മതി. സോ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നോർമൽ കോളിംഗ് ആണ്. ആൻഡ് വൈഫൈ കോളിംഗ് എനേബിൾഡ് ആയപ്പോൾ നിങ്ങൾക്ക് മേലെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. അതുപോലെ വൈഫൈ കോളിങ്ങിൻ്റെ ഒരു സിമ്പിളും വരും കോൾ ചെയ്യുമ്പോൾ. അതുപോലെ കോളൊക്കെ പെട്ടെന്ന് കണക്റ്റായി കോൾ ചെയ്തപ്പോൾ. സോ ബിഫോർ എൻഡിങ് ദിസ് വീഡിയോ എനിക്ക് നിങ്ങൾക്ക് ഒരു സിം എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് കൂടി പറഞ്ഞതാണ്. സോ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓപ്പൺ നെറ്റ്വർക്ക് എന്നുണ്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അത് സെലക്ട് ചെയ്ത് നേരെ നേവിഗേഷൻ ഏരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അത് സെൽ ടവേഴ്സ് ക്ലിക്ക് ചെയ്യാം. സോ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയർ ബൈ ഉള്ള എല്ലാ ടവേഴ്സും ലൊക്കേറ്റ് ചെയ്ത് കാണിച്ചു തരും. സോ ഞാനിതിൻ്റെ അകത്ത് എൻ്റെ ഫോണിൽ 3 സിം ഇട്ടിട്ട് എൻ്റെ വീട് പിൻ പോയിന്റ് ചെയ്തിട്ട് ഇവിടെയുള്ള ടവേഴ്സ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സോ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എടുത്തുള്ള ടവർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് നിങ്ങളുടെ അടുത്ത് എല്ലാ സിമ്മും ഇല്ലാന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ വരുമ്പോൾ അവരുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നിയർ ബൈ ടവേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. So thank you so much for watching this video.